വലിയ ബുദ്ധിയായി പോയി കാണിച്ചത്. ഛേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിപ്പോ നാണം തോന്നുക. ഒരല്പം വിവേകത്തോടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യൂന്നും എന്നെക്കാളും തന്ത്രശാലിയ നീ എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ കുറച്ച് അഹങ്കരിച്ചിട്ടുമുണ്ട്. നിനക്കതിന്റെ സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ വെറും കഴുതയാ, മുരപ്പാഴും. വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? നിനക്ക് എന്റെ മുന്നിൽ കിടന്ന് തുള്ളാനല്ലാതെ തന്ത്രം ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാനാവോ? ഈടായിട്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം പൊളിഞ്ഞ് പാളീസാവുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? മര്യാദക്ക് ചെന്ന ഓഫീസിലേക്ക് കയറ്റിവിടില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഷം മാറിയിട്ട് പോയത്. അതുകൊണ്ട് പ്രണവിന്റെ മുഖത്തൊക്കെ 2 ഡയലോഗ് പറയാൻ പറ്റി. പിന്നെ വലിയ ഡയലോഗുകാരി. എടി, എന്നിട്ട് നിനക്ക് എന്തുണ്ടയാടി കിട്ടിയത്? പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വന്നില്ലേ? എങ്കിൽ പിന്നെ തല നിറയെ ബുദ്ധിയുള്ള അമ്മ പറയും, ഞാൻ അനുസരിക്കാം. എടി പെണ്ണെ, നിന്റെ ഉദ്ദേശം എന്താ? പ്രണവിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്തെ മരുമകളായി അവിടേക്ക് തിരിച്ചു ചെന്ന് കയറണം അല്ലേ? ആണോ അല്ലയോ അത് പറ. അതിപ്പോ എടുത്തു പറയേണ്ട ആവശ്യം എന്താ? ഗതികെട്ട തന്തയുടെ തള്ളയുടെ മകളായിട്ട് പറഞ്ഞ എനിക്ക് അതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഉടനെ തന്തയ്ക്കും തള്ളയ്ക്കും കുത്തിക്കോണം. പറയുന്ന കേക്കേയില്ല. പറ. നിന്റെ മുന്നിലിപ്പോ ഈശ്വരമംഗലത്തേക്കുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയിലേക്ക് തന്നെ 2 ഊടുവഴികളിലൂടെ നിനക്ക് ചെന്ന് കേറാം. ഒന്ന് അനുനയോ. അതിന് പ്രണവിന് നിന്നോട് അല്പമെങ്കിലും സ്നേഹം വേണം. അത് തോന്നിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റണം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രതീക്ഷ എനിക്കില്ല. പിന്നെ രണ്ടാമത്തേത് ഭീഷണിയ. പേടിപ്പിച്ച് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. അത് തന്നെയല്ലേ ഞാനിപ്പോ ചെയ്തത്. ഈയടി, ഒരു പർദ്ദ എടുത്തിട്ടുണ്ട് പ്രണവിന്റെ ക്യാബിനിൽ ചെന്ന് കയറി അവനെ രഹസ്യമായി ഭീഷണിപ്പെടുത്തുന്നതല്ല ഞാൻ പറഞ്ഞ ഭീഷണി. ഒരു 4 ചുവരിനുള്ളിൽ വെച്ച് നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് കരുതിയോ, നീ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കരുതിയോ, പ്രണവ് ഭയന്ന് വിറച്ച് നിന്റെ കാൽക്കൽ വന്ന് വീഴുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ ഏറ്റവും വലിയ മണ്ടത്തരം.